ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. ഇത് ഇഷ്ടപ്പെടാത്തത് ആരുമില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഈ ബീച്ച് സൈഡിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അധികം നമ്മൾ കഴിക്കുന്നത് ഇതുമാതിരിയുള്ള ഉപ്പിലിട്ടതൊക്കെയാണ്. അപ്പോൾ ഇത് അതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റുള്ള, അതും തന്നെ പൂപ്പൽ വരാണ്ട് കുറച്ച് ദിവസം ഇരിക്കുന്നത് പോലെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും നോക്കാം. അതിന് വേണ്ടി ഞാൻ നെല്ലിയെ കുറച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അതിലിതേപോലെ ചെറിയ ഡാമേജ് പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഇപ്പം നമ്മൾ കൊറോണയും അങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഇതേപോലെ കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്നത്തോളം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. മഞ്ഞളുടെ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു പ്രാവശ്യം കൂടി നോർമൽ വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരിക. ഇപ്പം ഞാൻ മഞ്ഞളിൽ നിന്ന് കഴുകിയെടുത്ത് മാറ്റിയ ശേഷം നോർമലായിട്ട് ഇനിയൊരു പ്രാവശ്യം കൂടി വെള്ളം എടുത്ത് അതിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പച്ചമുളക് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ സാധാ മുളകാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാന്താരി മുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് നല്ല ടേസ്റ്റാണ്. എരിവ് അധികം ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ മുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഈ കഴുകി വെച്ചിട്ടുള്ള പച്ചമുളകും അതേപോലെ തന്നെ നെല്ലിക്കയും നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. നിങ്ങളെടുത്തൊരു കോട്ടൺ തുണി എന്തെങ്കിലും എടുത്തുകൊണ്ട് നല്ലോണം തുടച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. വെള്ളം ഒട്ടും ഇല്ലാണ്ട് എടുക്കണം. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. ആ പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഞാനിപ്പോൾ നെല്ലിക്കയെല്ലാം നല്ലോണം തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് നിങ്ങൾ അതേപോലെ തന്നെ തുടച്ചെടുക്കുക. വെള്ളം ഇല്ലാണ്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പൂപ്പിൽ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൊണ്ടാണ് പൂപ്പിൽ ഉണ്ടാകുന്നത് വെള്ളത്തിൽ. ഇത് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും ഈ നെല്ലിക്ക ഉപ്പിലിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. പൂപ്പിൽ ഒട്ടും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി നിങ്ങളിത് നല്ലോണം ഒന്ന് പച്ചമുളകെല്ലാം നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് അങ്ങനെ എരിവ് പിടിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ എടുക്കുന്ന കത്തിയിലും നിങ്ങളുടെ കയ്യിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലോണം തുടച്ചിട്ട് വേണം നിങ്ങളിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പച്ചമുളക് രണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നിങ്ങൾ നെല്ലിക്ക രണ്ടായി ഇങ്ങനെ ഇടയിൽ ഇതേപോലെ കത്തിയും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുക. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം അതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. നോർമലായിട്ട് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ എപ്പോഴും എന്ത് സാധനമാണെങ്കിലും മാങ്ങയോ എന്താണെങ്കിലും നിങ്ങൾ ഉപ്പിലിടുന്ന സമയത്ത് സാൾട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക, പൊടിയുപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക, കല്ലുപ്പ് ചൂസ് ചെയ്യുക. അതാണ് നല്ലത്. നിങ്ങൾ കല്ലുപ്പ് ഇട്ടൊരു നല്ലോണം ഒന്ന് തിളച്ചതും നിങ്ങൾ ഓഫ് ചെയ്യുക. ഇനി ഇത് ചൂടാറണം. ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മൾ നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവ് വിനീഗർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിനീഗർ ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക. പക്ഷെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷനിൽ മാത്രമാണ്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു നെല്ലിക്ക ഇട്ട് കൊടുക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കണ്ണാടി ചില്ല് പോലുള്ള പാത്രം എടുക്കുക, ജാർ എടുക്കുക, ഏത് ഭരണി പോലുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാത്രം എടുത്ത് അതിൽ നിങ്ങൾ ഏത് പാത്രം എടുത്താലും അതിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ നല്ലോണം തുടച്ച ശേഷം മാത്രം ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ നെല്ലിക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ഉപയോഗിക്കുക. നിങ്ങൾ എന്തിനാണ് ഞാൻ ചൂടാറിയ ശേഷം ഉപയോഗിക്കാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ചൂടോടുകൂടി
വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അത് നല്ലോണം വെന്ത് പോകും. അപ്പോൾ ടേസ്റ്റ് വേറൊരു വ്യത്യസ്തമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടും. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.